ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ നിങ്ങളെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പാസ്റ്റിൽ ഈ ഒരു വ്യക്തി എങ്ങനെയാണ് നിങ്ങളെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ അതുപോലെ തന്നെയാണോ ഇപ്പോഴും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമുക്കറിയാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു വ്യക്തിക്ക് നേരത്തെ നിങ്ങളോട് ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കാം. Ace of Pentacles, Temperance, Two of Swords, Hermit, Page of Cups, Star, High Priestess, Judgment, Two of Cups, Queen of Wands, Ace of Wands, the Hanged Man, Knight of Cups, the Fool. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടിയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പല ക്വാളിറ്റീസും ഈ ഒരു പേഴ്സണ് അവരുടെ കണ്ണിൽ അത് വലിയൊരു സംഭവമായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിലൊരു ഗിഫ്റ്റാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രഷറാണ് നിങ്ങൾ എന്നൊക്കെ കരുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല നിങ്ങളിൽ വളരെയധികം പ്രൗഡായിരുന്നു ഈ ഒരു പേഴ്സൺ എന്ന് തന്നെ പറയാം. എങ്കിലും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ കറക്റ്റായിട്ട് ആ ഒരു സമയം ജഡ്ജ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവണം എന്നില്ല. അതായത് ഇപ്പോൾ ഇവിടുത്തെ പല എനർജീസും നോക്കുമ്പോൾ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ലൗഡായിട്ടുള്ള, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എനർജീസ് നമുക്ക് കാണാം. എന്നാൽ ചില സമയം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഉൾവലിഞ്ഞ ഒരു പ്രകൃതം, അല്ലാന്നുണ്ടെങ്കിൽ ആരോടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണലിയൊക്കെ ഒരു ഡിസ്റ്റൻസ് വെക്കുന്ന ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ചിലപ്പോൾ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരൊറ്റ കാഴ്ചയിലൊക്കെ മറ്റുള്ളവർക്ക് വളരെ താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകൃതിയായിരിക്കാം നിങ്ങളുടേത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അപ്പിയറൻസ് ആയിരിക്കാം, പെരുമാറ്റം അങ്ങനെ ആയിരിക്കാം. പെട്ടെന്ന് മറ്റുള്ളവർക്ക് അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ള ഒരു സംസാരമോ അല്ലെങ്കിൽ ആ ഒരു വൈബൊക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. എന്നാൽ നിങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്നോ പുറമേ ഉള്ള ഒരാൾക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കണം. അതായത് ഉള്ളിൽ ചിലപ്പോൾ പലവിധ കാര്യങ്ങളുണ്ടാവാം, പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവാം. അതൊന്നും ആരെയും അറിയിക്കാതെ കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജിയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ക്ഷമയുള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടൊക്കെ അവർ കാണുന്നുണ്ട്. എങ്കിലും നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇമോഷൻസ് എന്താണെന്നൊന്നും അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവണം എന്നില്ല. മാത്രമല്ല നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ് എന്നാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടുള്ളത്. ഒരു പക്ഷേ സ്പിരിച്വലേക്ക് നിങ്ങൾ ഒരുപാട് കണക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ സമൂഹത്തിലൊരു ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു പേഴ്സണോ, മറ്റുള്ളവർ ഈ പറഞ്ഞതുപോലെ കൂട്ടുകൂടാനോ കമ്പനി ആവാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് വേറെ പല വ്യക്തികളും ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് ഉള്ള പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലാണ് ഇവർ നിങ്ങളെ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ടാണ് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ഉള്ളൊരു സമയത്ത്, അല്ലെങ്കിൽ ചെല്ലുന്നൊരു സമയത്ത് അവർക്ക് അത് വളരെ പ്രഷ്യസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്.
ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന, അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നമ്മളുടേതാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം, ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ സിൻസിയർ ആൻഡ് സ്വീറ്റ് ഒക്കെ ആയിട്ട് തോന്നുന്ന തരത്തിലുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാം. ഒരുപക്ഷേ ഈ ഒരു പേഴ്സൺ ആഗ്രഹിച്ചത് ഇങ്ങനെയുള്ളൊരു പേഴ്സണെയാണോ, അതുപോലെയുള്ളൊരു വ്യക്തിയെ കണ്ടുമുട്ടിയത് നിങ്ങൾ വന്നപ്പോഴായിരിക്കാം. അപ്പോൾ എല്ലാവരുടെയും മനസ്സിനകത്ത്, ഈവൻ ഇപ്പോൾ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. നമുക്ക് ഇങ്ങനൊരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ആവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞ് ഓടിച്ചെന്ന് പറയാനുള്ളൊരു വ്യക്തി എന്നൊക്കെ നമ്മൾ പലപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു മൂവി കാണുമ്പോഴായിരിക്കും ഇതുപോലെയുള്ളൊരു പേഴ്സൺ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞതുപോലെ അവർ ആഗ്രഹിച്ചത് എങ്ങനെയാണോ അതുപോലെയുള്ളൊരു വ്യക്തിയാണ് അവർ കണ്ടുമുട്ടിയത്. അല്ലെങ്കിൽ അങ്ങനെയാണ് അവർക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു പേഴ്സണെ ആണല്ലോ ഞാൻ ആഗ്രഹിച്ചത്. അവർ തന്നെ എൻ്റെ ലൈഫിൽ കയറി വന്നല്ലോ എന്നുള്ള ആ ഒരു സംഗതി, ആ ഒരു താല്പര്യം, ഇൻട്രസ്റ്റ്, നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു എനർജി ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളോട് വളരെയധികം റെസ്പെക്റ്റ് ഉള്ള ഒരു പേഴ്സണാണ്. നിങ്ങളുടെ ഒരു വൈബ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നതെന്ന് നമുക്കിവിടെ കാണാം. എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പേഴ്സണെ മനസ്സിലായിട്ടില്ല. അതായത് നിങ്ങൾ, നിങ്ങളുടെ ഒരു മനസ്സിൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ആഹ്, എന്താണ് നിങ്ങളുടെ ഒരു മൈൻഡിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് ദുഷ്കരമായിട്ട് തോന്നിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരുപാട് മിസ്റ്ററീസ് നിങ്ങൾക്ക് പിന്നിലുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടാവാം. ഇതുപോലെ നമ്മളിവിടെ ഈ ഒരു എനർജീസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഡീപ്പായിരുന്നു അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫീലിംഗ് എന്നുള്ളത് നമുക്ക് കാണാം. അതായത് നമ്മളൊരു ഫൈനൽ ആൻസർ അല്ലെങ്കിൽ ഫൈനൽ വേർഡിക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ, ഇതാണ് ഞാൻ കാത്തിരുന്ന ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴാണ് നമ്മൾ അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആവുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാത്തിരുന്ന പോലെയുള്ളൊരു പേഴ്സൺ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്ക് എനിക്കിനി തരാനായിട്ട്, അല്ലെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും വേറൊരു വ്യക്തിക്ക് സാധ്യമാവില്ല എന്നുള്ളൊരു ചിന്താഗതി വരുമ്പോഴൊക്കെയാണ് ആ ഒരു എനർജിയൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെയാണ് അവർ നിങ്ങളെ കണ്ടിട്ടുള്ളത്. നിങ്ങളോട് അത്രയും റെസ്പെക്റ്റ് ആയിട്ടുള്ള, മനസ്സിൽ കൊണ്ടു നടന്നിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ്. ചിലപ്പോൾ നിങ്ങളോട് ഒരുപാട് സംസാരിച്ചിരിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ സംസാരിക്കും തോറും അവർക്ക് പറ്റിയൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ ഒരു വൈബുള്ള ഒരു വ്യക്തിയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടാണ് അവർക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ അത്രയും ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണെന്ന് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവണം. ചിലപ്പോൾ അവരുടെ ലൈഫിൽ വേറെ റിലേഷൻഷിപ്സോ അല്ലെങ്കിൽ വേറെ സുഹൃത്തുക്കളോ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ എന്തൊക്കെയോ പ്രത്യേകതകൾ നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ചില കണക്ഷനിൽ നമ്മൾ വളരെയധികം താല്പര്യപ്പെടും, അല്ലെങ്കിൽ ആ വ്യക്തികളോട് നമുക്കൊരു ആരാധന എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം. അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് അവർ കണ്ടിരുന്നത്. ചിലപ്പോൾ നിങ്ങൾ അതുപോലെയുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഈവൻ ഇപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പോലും മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാനൊന്നും നിങ്ങൾക്ക് വലിയ താല്പര്യമുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല. എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യണമെന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻറ്റഗ്രിറ്റിയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. മാത്രമല്ല ഇവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് മോട്ടിവേഷനാണ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് നിങ്ങൾ പകർന്നു കൊടുത്തിട്ടുണ്ടാവാം. പുതിയൊരു തലത്തിലേക്ക് ചിലപ്പോൾ നിങ്ങൾ അവരെ എത്തിച്ചിട്ടുണ്ടാവും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവരുടെ ഒരു പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ആ ഒരു വിഷൻ തന്നെ മാറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾ വന്ന ശേഷം അവരുടെ ലൈഫിനോടുള്ള കാഴ്ചപ്പാടായിരിക്കാം, അല്ലെങ്കിൽ അവർ അതുവരെ കരുതിയിട്ടുള്ള പല കാര്യങ്ങൾക്കുള്ളൊരു മാറ്റമായിരിക്കാം. നമ്മളുടെ ചില വ്യക്തികൾ വരുമ്പോൾ നമ്മുടെ ലൈഫ് മൊത്തം മാറ്റിമറിക്കുക എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ അവരുടെ പല കാര്യങ്ങളിലുള്ള കാഴ്ചപ്പാട് പോലും നിങ്ങൾ വന്ന ശേഷം മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെയാണ് അവർ കാണുന്നത്. ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പിന്നത്തേക്ക് വെക്കാറുണ്ട്. അല്ലെങ്കിൽ ചെയ്യാനായിട്ട് നമുക്ക് ഭയമുണ്ടാവും, പേടിയുണ്ടാവും. അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ബാല്യത്തിലൊക്കെ നമ്മൾ കണ്ടിരുന്ന സ്വപ്നമായിരിക്കാം. വലുതാകുമ്പോൾ എല്ലാവർക്കും അതൊന്നും ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കഴിവുകളുണ്ടാവാം. അതും ഈ പറഞ്ഞ പോലെ കാലക്രമേണ അങ്ങനൊരു കഴിവേ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകും. പക്ഷേ നമുക്ക് പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോഴാണ് പല കാര്യങ്ങളും ചെയ്യാനുള്ളൊരു പ്രേരണ നമുക്കുണ്ടാവുന്നത്. നമ്മള് നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്നത്. ഒരു നല്ലൊരു പാർട്ട്ണർ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ വാല്യൂ പോലും ഇരട്ടിയാവും എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ഒരു ക്വാളിറ്റീസ് എന്താണെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു കിടക്കുന്ന കാര്യമായിരിക്കും, നമ്മൾ ഓർക്കാറ് പോലും ഉണ്ടാവില്ല. പക്ഷേ വേറൊരാൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് എത്രത്തോളം സെൽഫ് വർത്ത് ഉണ്ട് എന്ന് പോലും ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ അത് വളരെ പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യം കൂടിയാണ്. ആ ഒരു രീതിയിലൊക്കെ ആ പേഴ്സണെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. ഈ പറഞ്ഞതുപോലെ നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോൾ ഒരു റോൾ മോഡലായിട്ട് കണ്ടിരുന്ന ഒരു പേഴ്സണും കൂടി ആയിരിക്കാം. അപ്പോൾ അത്രയും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു എനർജീസിനകത്തെല്ലാം അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് അവർ കണ്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ അവർ തന്നെയായിരിക്കും മുൻകൈ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട്
ഇത്രയുമൊക്കെ അവർ നിങ്ങളെ നോക്കി കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതും അവർ തന്നെയായിരിക്കണം. ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം, നിങ്ങളെന്ന് പറയുന്നത് അത്രയും ഒരു ഇമോഷണൽ സപ്പോർട്ടൊക്കെ ഈ ഒരു പേഴ്സണ് കൊടുത്തിട്ടുള്ള വ്യക്തിയായിരിക്കണം. മാത്രമല്ല അവരുടെ ഒരു ഹൃദയം പറഞ്ഞ വ്യക്തിയാണ് നിങ്ങളെന്നാണ് പറയുന്നത്. അത്രത്തോളം മാനസികമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സണാണ്. മാത്രമല്ല ഒരു ഫ്രീ സ്പിരിറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആയിരിക്കണം. നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഫിയർലെസ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കാം. എന്തെപ്പോൾ എങ്ങനെ ചെയ്യും എന്നും നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഒരു സംഭവമാണ് എന്ന് കരുതിയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണിത്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഇത് റെസനേറ്റ് ആവുന്നത്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ട്രഷറായിട്ടൊക്കെ അവർ കണ്ടിരുന്നെങ്കിൽ അത്രയും ഒരു വാല്യൂ അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണായിട്ടും കൂടി വേണമെങ്കിൽ നമുക്ക് കരുതാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും പാസ്റ്റ് എനർജി നമ്മൾ നോക്കുമ്പോൾ ഇത്രയും തീവ്രമായിട്ട് അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ്. എന്നാൽ നമ്മളിവിടെ ചില കാര്യങ്ങൾ പറഞ്ഞ പോലെ ചിലപ്പോൾ പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ക്യാരക്ടർ ചേഞ്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം നിങ്ങൾക്ക്. മാത്രമല്ല നിങ്ങൾ എന്താണെന്നുള്ളത് കൂടുതലായിട്ട് ആ ഒരു പേഴ്സൺ ആ സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവണമെന്നില്ല. ഇവിടെ നമ്മൾ ചില എനർജീസിൽ കണ്ടതുപോലെ ഒരു മിസ്റ്ററി ഉള്ള പേഴ്സണോ അല്ലെങ്കിൽ പല കാര്യങ്ങളും തുറന്ന് പറയാത്തൊരു വ്യക്തിയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവാം. ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ചിലരങ്ങനെയാണ്. എല്ലാവരോടും വളരെ ജോളിയായിട്ട് നല്ല രീതിയിലൊക്കെ സംസാരിക്കുമെങ്കിലും ആ സ്വന്തമായിട്ടുള്ള ആ ഒരു കാര്യം അല്ലെങ്കിൽ അത് അവിടെ എല്ലാവരോടും പറയണമെന്നില്ല. അല്ലെങ്കിൽ അത്രയും ഒരു ആത്മബന്ധം തോന്നുമ്പോഴേ ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കും. പെട്ടെന്ന് അവരെന്താണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് മുഖത്ത് നോക്കി ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു പേഴ്സണും ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജീസൊക്കെ നമുക്ക് വളരെയധികം ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ് തരുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്, അഭിപ്രായം എന്താണെന്നുള്ളത് നോക്കാം. നിങ്ങളുടെ നിലവിലുള്ള സിറ്റുവേഷൻ ഒന്നും നമുക്കറിയില്ല. നിങ്ങളിപ്പോൾ ഒരുമിച്ച് പോകുന്നവരാണോ, അല്ലെങ്കിൽ സെപ്പറേഷൻ ആണോ, റീകൺസിലിയേഷൻ കിട്ടിയവരാണോ ഒന്നും അറിയില്ല. നമ്മൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവർ ഏത് രീതിയിൽ കാണുന്നു എന്നുള്ള കാര്യം മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി അതിലേക്ക് വരാം. Four of Wands, the Wheel, Nine of Swords, the Emperor, Three of Cups, Chariot, Moon, Knight of Cups, Page of Wands, Five of Swords, Ace of Swords, High Priestess, King of Pentacles, Temperance, Seven of Cups, Ace of Cups, King of Wands. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുന്നതിന് മുൻപായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഈയിടെയായിട്ട് ഇപ്പോൾ പലരും കമൻസിലാണെന്നുണ്ടെങ്കിലും അല്ലാതെയും ഒക്കെ ചോദിക്കുന്നൊരു കാര്യമാണ്, മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അപ്പോഴും റീഡിങ് കാണാമോ എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു കാര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് പതിയെ വിട്ടു പോരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണല്ലോ മൂവ് ഓൺ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് നിൽക്കുന്നതെങ്കിൽ റീഡിങ് കാണാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഓരോ റീഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളാണ് നോക്കുന്നതെങ്കിലും എന്ത് ടോപ്പിക്കും ആയിക്കോട്ടെ, ഓരോ തവണയും നമ്മളുടെ റീഡിങ്ങിലൂടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഓർക്കുകയാണ്, അട്രാക്റ്റ് ചെയ്യാണ്, പല രീതിയിലും മാനിഫെസ്റ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ കമൻസ് ഒക്കെ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങളെ യൂണിവേഴ്സിനോട് നിരന്തരം ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മനസ്സിലൂടെ പോകുന്നൊരു വ്യക്തി
അവർ മൂവ് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അവിടെ ഒരു സ്റ്റക്ക് മൈൻഡ് സെറ്റിലായി പോകും. കാരണം ഒരു തരത്തിൽ നിങ്ങൾ പേഴ്സണെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു, അവരെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് പുറത്തോട്ടും പോകണം. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഒരു മാനസിക സംഘർഷം ഉണ്ടാകുന്ന അല്ലെങ്കിൽ എനർജി ഡ്രെയിൻ ആയി പോകുന്നത് നിങ്ങളുടേതായിരിക്കും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റീഡിംഗ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ, തടസ്സങ്ങളുണ്ടാവാം, ബുദ്ധിമുട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം. എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നല്ല രീതിയിൽ വരണം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ ആഗ്രഹിക്കുന്നവരാണ് അതിന് വേണ്ടിയിട്ട് സമയം ഉണ്ടാക്കി അത് കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിനായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. കാരണം അവരതിനകത്തൊരു പോസിറ്റീവ് റിസൾട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം നമുക്ക് വേണ്ടാന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ മൂവ് ഓൺ ചെയ്യാനായിട്ട് തീരുമാനിച്ചവരാണ്, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വിചാരിച്ചവരാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ റീഡിംഗ് കാണാത്തതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ ശ്രദ്ധ വേറെ പല കാര്യങ്ങളിലേക്കും ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക. റീഡിംഗ് നമ്മളിവിടെ പറഞ്ഞ പോലെ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സും കൂടി അതിനകത്ത് നിങ്ങൾ പോലും അറിയാതെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ആ ഒരു പേഴ്സണെ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വേണമെന്ന് വിചാരിക്കുന്നവർ, ആ ഒരു മൈൻഡ് സെറ്റിലുള്ളവർക്കായിരിക്കും അത് കൂടുതൽ യൂസ്ഫുൾ ആവുക. അപ്പോൾ നമ്മൾ നിലവിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പിണക്കം കൊണ്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയോ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാഷിലൊക്കെ പോയിട്ടുള്ള ഒരവസ്ഥയൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടുത്തെ ചില എനർജീസിൽ നിന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കൂടി വായിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്നാൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ടോട്ടൽ ഔട്ട്ലുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മാറ്റം വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. പോസിറ്റീവായിട്ട് കണ്ടിട്ടുള്ള പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതിനകത്തൊന്നും വലിയ രീതിയിലുള്ളൊരു ചേഞ്ച് വന്നിട്ടില്ല. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ചില മാറ്റങ്ങളും കൂടി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കണക്ഷൻ ഒരു ഡെസ്റ്റിനേഡ് കണക്ഷൻ ആയിട്ടൊക്കെ വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ബന്ധം വെറുതെ ലൈഫിൽ വന്നതല്ല. അതിന് അതിൻ്റേതായിട്ടുള്ളൊരു കാരണമുണ്ട്. അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കണക്ഷനായിട്ട് തന്നെ അവർ കാണുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മളിവിടെ എടുത്ത് പറയണം. ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു പേഴ്സണോടുള്ള അപ്രോച്ചിൽ മാറ്റം വന്നിട്ടുണ്ടാവണം. അപ്പോൾ അതും കൂടിയാണ് നമുക്കിവിടെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടും മാറി നിൽക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെയും പറഞ്ഞു നിങ്ങൾ അവർക്ക് ആ ഒരു സമയത്തും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. പക്ഷെ അത് ചിലപ്പോൾ നമ്മൾ പാസ്റ്റ് എനർജി ആയതുകൊണ്ട് ഇനിഷ്യലി ഉള്ള നിങ്ങളുടെ എനർജി എന്ത് വേണമെന്നുണ്ടെങ്കിലാവാം. പക്ഷെ ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഈ ഒരു പേഴ്സണ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിവിടെ കാണേണ്ടതാണ്. മാത്രമല്ല നിങ്ങൾ അവരോടൊരു ഡിസ്റ്റൻസ് ഇടുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പഴയ സ്നേഹമുണ്ടോ എന്നുള്ളൊരു സംശയം പോലും ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വന്നെന്നിരിക്കാം. അപ്പോൾ അതാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ക്യാരക്ടർ ചേഞ്ചോ എന്തെങ്കിലും ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവണമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സെപ്പറേഷൻ ഫേസിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ഈ ഒരു പേഴ്സൺ മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം. അതുപോലെ തന്നെ ഈ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിനകത്ത് അവർ ഒരുപാട് മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലോസ് ഫീലിംഗ് ആയിരിക്കാം. എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു പെയിൻ അനുഭവിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നു എന്നുള്ളൊരു കാര്യം ഇവിടെ എവിഡൻ്റ് ആണ്. അല്ലെങ്കിൽ അത് നമ്മളിവിടെ എടുത്ത് കാണേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോഴും ഒരു ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ തന്നെയായിരിക്കാം. പക്ഷേ ഇവരോടൊരു ഡിസ്റ്റൻസ് ഇടുന്നുണ്ട് എന്നുള്ള ആ ഒരു ഫീലിംഗ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ ഹാപ്പി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ബ്യൂട്ടിഫുൾ മെമ്മറീസ് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും സംഭവിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു കണ്ണിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കൂടുതൽ നിങ്ങളുടെ കാര്യങ്ങൾക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. പഴയതുപോലെ ഇവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ നോക്കിയപ്പോൾ നിങ്ങൾ ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും മുൻകൈ എടുക്കുന്നു. ആ ഒരു വ്യക്തിക്ക് ഒരു ടോട്ടലി പല കാര്യങ്ങൾക്കും ഒരു മറ്റൊരു കാഴ്ചപ്പാടൊക്കെ നിങ്ങൾ കൊടുത്തു എന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇവര് വലിയ മൈൻഡ് കൊടുക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ അകൽച്ചയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മനഃപൂർവ്വമായിട്ട് എന്നാൽ എൻ്റെ വാല്യൂ ഒന്ന് പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യുന്നവരും ഉണ്ടാവാം. അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഇവരെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിൽ കൊണ്ട് എത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്നേഹം നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഒരു പഴയ താല്പര്യം ഇല്ലേ, ആ ഒരു പഴയ ഇവരോടുണ്ടായിരുന്ന ഒരു അറ്റൻഷൻ ഇല്ലേ എന്നൊക്കെയുള്ളൊരു ചിന്താഗതി ഈ ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇവിടെ നമുക്ക് കാണാം. മാത്രമല്ല ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഒരു ചില കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളത്രയും എന്താ പറയുന്നത്, ഈ ഒരു പേഴ്സൺ
അത്രത്തോളം സ്നേഹവും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള നിങ്ങളിൽ നിന്നായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു ഇമോഷണലി വൈസ് ഉള്ള ഒരു എനർജിയൊക്കെ നിങ്ങളിൽ നിന്നായിരിക്കാം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം അവർ സ്റ്റിൽ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിൽ അതിനൊക്കെയുള്ളൊരു പൊട്ടൻഷ്യൽ ഉള്ളതായിട്ട് തന്നെ അവർ നോക്കി കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിടികിട്ടുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു താല്പര്യം കുറഞ്ഞോ, നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ചിലപ്പോൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മാറി നിൽക്കുന്ന അവസ്ഥയായിരിക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ആ ഒരു പേഴ്സൺ അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റിയും കൂടി ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ബിഹേവിയർ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇവർക്കതിൽ വിഷമമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടൊക്കെ നമുക്കിവിടെ കാണാം. അതെല്ലാം നേരത്തത്തെ പോലെ തന്നെ നമുക്കിവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ആ ഒരു യൂത്ത്ഫുൾ എനർജിയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചിലപ്പോൾ ഏജ് വൈസ് ഒക്കെ നിങ്ങൾ കുറച്ചൊരു മെച്യൂർ ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫിസിക്കലി അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ ചിലപ്പോൾ വളരെ യങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ആ ഒരു എന്താ പറയുന്ന ഒരു യൂത്ത്ഫുൾനെസ് കാര്യങ്ങളൊക്കെ നിങ്ങളിൽ കാണുന്നുണ്ട്. നിങ്ങൾ വളരെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇവരോട് പഴയൊരു അറ്റാച്ച്മെന്റ് കുറവുണ്ടോ? അല്ലെങ്കിൽ പഴയൊരു താല്പര്യമില്ലേ എന്നുള്ളൊരു കാര്യമൊക്കെയാണ് ഈ ഒരു പേഴ്സണെ ടെൻഷൻ ആക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് മൈൻഡ് ഗെയിം കളിച്ചിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സെന്താണെന്ന് പിടികിട്ടാത്തതുകൊണ്ട് ഈ ഒരു പേഴ്സണ് അങ്ങനെയുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ എന്തെങ്കിലും കോൺഫ്ലിക്ട്സോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം എന്നവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്നൊരു ക്ലാരിറ്റി ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പാസ്റ്റിലൊക്കെ നിങ്ങൾ അത്രയും ഒരു ജെന്യുയിൻ റിലേഷൻഷിപ്പായിട്ടൊക്കെ കണ്ടതാണ്. അപ്പോൾ കറൻറ്റ്ലി നിങ്ങളുടെ ഒരു ക്യാരക്ടറിലുള്ള ഒരു ചേഞ്ചോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓൾറെഡി എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഇവിടെ നമുക്ക് ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഒരു മിസ്റ്ററിയാണത്. നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് പിടി കിട്ടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളൊരു സൈലൻസ് മോഡ് കീപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കാം കൂടുതൽ. ചിലപ്പോൾ നേരത്തെ കൂടുതൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ആ ഒരു സൈലൻസ് ആയിരിക്കും ഇവരെ ഒന്ന് എന്താ പറയുന്നത് മാനസികമായിട്ട് തളർത്തുന്നതോ അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കുന്നതോ ഒക്കെ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം കംഫർട്ട് ആവുന്ന ഒരു വ്യക്തിയായിരിക്കാം. മാത്രമല്ല അവരുടെ ഒരു ലൈഫിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സാന്നിധ്യം അവർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ അതവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുമില്ല. നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു സെൽഫ് കൺട്രോളിലാണെന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. കാരണം നിങ്ങളുടെ ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരവസ്ഥയായിരിക്കും. മാനസികമായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു പേഴ്സണോട് പഴയൊരു സ്നേഹമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ടാണ് ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരുപാടൊരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിലേക്കൊക്കെ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെയും കണ്ടതാണ് നിങ്ങൾ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നതോ അല്ലെങ്കിൽ ആളുകൾക്ക് താല്പര്യമുള്ള ഒരു പേഴ്സണൊക്കെ ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി വേറെ ചോയ്സസ് വന്നോ? നിങ്ങളുടെ ലൈഫിൽ വേറെ ചോയ്സസ് കയറിയിട്ടുണ്ടോ? എന്നൊക്കെയുള്ള ഒരു സംശയവും ആകുലതയൊക്കെയാണ് ഈ ഒരു പേഴ്സണുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് വന്നത് കൊണ്ടാണോ? അല്ലെങ്കിൽ അതിലേക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ടാണോ ഇപ്പോൾ ഇവരെ ഗൗനിക്കാത്തത് എന്നുള്ളൊരു ചിന്ത നമുക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങളോട് ഈ ഒരു സമയം അവർക്കൊരു ഡീപ്പ് അട്രാക്ഷനും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി കാണാം. മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോഴും അവരോട് സ്നേഹമുണ്ട് എന്നവർ മനസ്സിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളുടെ ആ ഒരു പാർട്ട്ണറുമായിട്ട് അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ചിലപ്പോൾ വഴക്കിട്ടിട്ടുണ്ടാവും, കംപ്ലീറ്റ്ലി ബ്രേക്കപ്പിൽ പോയിട്ടുണ്ടാവാം. എന്നാലും പലരും പറയുന്നൊരു കാര്യമാണ്, എന്തൊക്കെ ഉണ്ടായിക്കോട്ടെ എന്നോടുള്ള സ്നേഹമൊന്നും അങ്ങനെയൊന്നും പോയി പോവില്ല. അതിപ്പോഴും ഉള്ളിലുണ്ടാവും എന്ന് പറയുന്ന ആ ഒരു എനർജിയാണ്. അതായത് ഒരേ സമയം തന്നെ അവർക്ക് തോന്നുന്നുണ്ട് അവരോടുള്ള സ്നേഹമൊന്നും നിങ്ങൾക്ക് അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളത്. എന്നാൽ നമ്മളിവിടെ ചില എനർജീസ് കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു റഫ് ആൻഡ് ടഫ് നേച്ചർ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉള്ളതായിട്ടും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ കറൻറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവർക്ക് മാനസികമായിട്ടൊരു ഡീപ്പ് അട്രാക്ഷൻ നിങ്ങളോട് തോന്നുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വളരെ എവിഡൻ്റ് ആയിട്ട് കാണാം. പിന്നെ ഈ പറഞ്ഞ പോലെ പിടികിട്ടുന്നില്ല. പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സംശയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. ആങ്സൈറ്റി, ഫിയർ അല്ലെങ്കിൽ പരസ്പരമുള്ള ഈ പറഞ്ഞ പോലെ ട്രസ്റ്റ് ഇഷ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളും ഒരു ഭാഗത്തുണ്ട്. എന്നാൽ ഒരു സ്ഥലത്ത് അവർക്ക് നിങ്ങളോടൊരു വിശ്വാസമുണ്ട്. അതും നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നിരിക്കാം ഈ ഒരു വ്യക്തി. ഇപ്പോൾ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡോ ബിഹേവിയറിലോ കൊണ്ട് അതിനകത്ത് ചിലപ്പോൾ കുറച്ച് ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു കുറവ് വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെയും കൂടിയാണ് ആ ഒരു പേഴ്സണ് കുറച്ചൊരു ടെൻഷനും അല്ലെങ്കിൽ ഒരു ഫിയർ കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. കാരണം ഓൾറെഡി ആ പാസ്റ്റിലെയും ഇപ്പോഴത്തെയും ഒരു എനർജി കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുമായിട്ടത് റെസനേറ്റ് ആവുന്നുണ്ട്, എത്രത്തോളം ആവുന്നുണ്ടെന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നു നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് നമുക്കിവിടെ വായിക്കാൻ പറ്റുന്നത്.
ഒരുപക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ മനഃപൂർവ്വമായിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചിലവർ ഈ പറഞ്ഞ പോലെ മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നൊക്കെ ഉണ്ടാവാം. ഇഷ്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിലും ആവാം. എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിംഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.